ഈ വനിതാ സംവരണ ബില്ലുണ്ടല്ലോ പാസ്സായില്ലെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുമെന്നറിയാത്ത കുറേ പേരിപ്പോഴും ഉണ്ട്. അതാണ് നമ്മുടെ മീഡിയയുടെ ശക്തി എന്ന് പറയുന്നത്. സാധാരണക്കാരനെ മണ്ടനാക്കുന്നു, മണ്ടനെ പൊട്ടനാക്കുന്നു. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ വനിതാ സംവരണം വഴി ഡീലിമിറ്റേഷൻ നടത്താനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കം എല്ലാ പ്രതിപക്ഷങ്ങളും കൂടെ തടഞ്ഞു എന്ന് അർമാദിക്കുന്നവർക്ക് പോലും അറിയില്ല ഇതെന്തായാലും പ്രാബല്യത്തിൽ വരാനുള്ളതാണെന്ന്. പ്രാബല്യത്തിൽ വരുമ്പോഴായിരിക്കും സത്യം പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കുറച്ച് പണി കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇത് വോട്ടിട്ട് തോപ്പിച്ചവർക്കും അറിയാം ഇത് പ്രാബല്യത്തിൽ വരാൻ പോണതാണെന്ന്. ഈ BJP സർക്കാർ ഇതിപ്പോൾ കൊണ്ടുവന്നത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രമാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. കാരണം ഈ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ ഒരു സംഭവം രാഷ്ട്രീയപരമായിട്ട് നല്ല ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷം. അതിവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഗുണമാകരുത് എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രം. അതുകൊണ്ടാണ് അവരിത് വോട്ടിട്ട് തോൽപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ ബില്ലേ അല്ല. 2023 പാർലമെന്റ് പാസ്സാക്കിയ നാരി ശക്തി വന്ദൻ എന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഈ ലോകസഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിന്റെ അമെൻമെന്റ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിയമം. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഈ അമെൻമെന്റ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇത് കുറച്ചുകൂടി വേഗത്തിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2023 പാർലമെന്റ് പാസ്സാക്കിയതാണെങ്കിൽ പോലും 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പാക്കിയിട്ടില്ല. കാരണം പുതിയ സെൻസസ് വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഈ പറയുന്ന ഡീലിമിറ്റേഷൻ നടക്കണം. മണ്ഡല പുനർനിർണയം നടന്നതിന് ശേഷം മാത്രമേ ഈ പറയുന്ന വനിതാ സംവരണം നടക്കാൻ സാധിക്കൂ എന്നുള്ളത് നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അത് ആ നിയമത്തെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നേരത്തെ ആക്കുക. അപ്പൊ നേരത്തെ ആക്കുമ്പോൾ എന്താണ് വേണ്ടത്? അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള സെൻസസ് ഡേറ്റ് ഉപയോഗിച്ച് ഡീലിമിറ്റേഷൻ നടത്തുക എന്നുള്ളത്. ഇനിയിപ്പോ ഇത് കേൾക്കുന്നവർക്ക് ഈ വനിതാ സംവരണം എന്ന് പറയുന്നത് ഉള്ള 543 സീറ്റിൽ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ, എന്തിനാണ് വേറെ സീറ്റ് കൂട്ടാൻ പോണത് എന്ന് ചോദിക്കുന്നവർക്ക്, അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ 81, 82 എന്താണെന്ന് മനസ്സിലാക്കണം. എനിക്കറിയില്ലായിരുന്നു, ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ്, പറഞ്ഞുതരാം. ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 81 പ്രകാരം ലോകസഭയിലെ പരമാവധി സീറ്റുകൾ 550 ആണ്. അത് ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയും സീറ്റുകളുടെ എണ്ണവും തമ്മിലുള്ള അനുപാതം ഒരുപോലെ വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലക്ഷം പേരുള്ള ഒരു സ്ഥലമാണെന്നിരിക്കട്ടെ, അവിടെ 10 സീറ്റാണുള്ളത്. അപ്പൊ 20 ലക്ഷം പേരുള്ളടത്ത് എത്ര സീറ്റ് വരും? 20 സീറ്റ്. അങ്ങനെ അനുപാതത്തിലാണ് ആ സീറ്റുകൾ കണക്കാക്കേണ്ടത്. അതുപോലെ ആർട്ടിക്കിൾ 82 വേറൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഓരോ 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ സെൻസസ് കഴിയുമ്പോഴേക്കും ജനസംഖ്യയുടെ മാറ്റത്തിനനുസരിച്ച് സീറ്റുകൾ പുനർനിർണയിക്കണം. അത് ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജനപ്രതിനിധികളുടെ വർക്ക് എഫക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ. കാരണം ഒരു 10 ലക്ഷം പേർക്ക് വേണ്ടിയിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നതും 2 കോടി പേർക്ക് ഒരാൾ വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിയമം ഉള്ളപ്പോഴും ഇടയ്ക്ക് വെച്ച് അത് പോസ് ചെയ്തു. 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന 543 എന്നുള്ള സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്നും മാറിയിട്ടില്ല. കാരണം ജനസംഖ്യ വല്ലാതെ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ 1971 ഡേറ്റ വെച്ചിട്ടാണ് അത് പോസ് ചെയ്തിട്ടുള്ളത്. 1970 കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യ നല്ല രീതിയിൽ വിജയകരമായിട്ട് നിയന്ത്രിച്ചു. ബാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനത്തെ ഒരു നിയന്ത്രണം ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ നോർത്ത് സംസ്ഥാനങ്ങൾക്ക് ഈ ഭരണത്തിൽ ഒരു പ്രാധാന്യം ലഭിക്കും, അവർക്ക് അതിനൊരു മേൽക്കോയ്മ ലഭിക്കും എന്നുള്ള വാലിഡ് ആയിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് അത് പോസ് ചെയ്തു. 1976 അത് 25 വർഷത്തേക്ക് ഈ പറയുന്ന സീറ്റ് പുനർനിർണയം അല്ലെങ്കിൽ സീറ്റ് ഡീലിമിറ്റേഷൻ നടത്താനുള്ള സംഭവം പോസ് ചെയ്തു. പിന്നെ 2001 ഈ വാജ്പേയി വന്ന സമയത്ത് അത് വീണ്ടും 25 വർഷത്തേക്ക് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം തീരാനുള്ള ടൈമാണ് 2026 എന്ന് പറയുന്നത്. അപ്പൊ ഈ വനിതാ സംവരണം ഇല്ലെങ്കിലും സീറ്റ് കൂടും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ ഈ വനിതാ സംവരണം കൂടെ കൊണ്ടുവന്നത് കൊണ്ട് നമ്മുടെ കൂടെ കുറച്ച് വനിതകളെയും കൂടെ കയറ്റാം, അവർക്കും കുറച്ച് ലീഡർഷിപ്പ് കൊടുക്കാം. എന്തായാലും നമ്മുടെ അമ്മമാരല്ലേ, അവര് പറയുന്നത് എന്താണെന്നും കൂടെ നമ്മൾ കേൾക്കണ്ടേ. എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന കാടൻ ചിന്ത നമ്മൾ മാറ്റണ്ടേ. മാറി. അതുകൊണ്ടാണ് പ്രതിപക്ഷമുള്ളവര് പിന്തുണച്ചതുകൊണ്ടാണ് 2023 അങ്ങനെയുള്ളൊരു നിയമം വന്നത്, വുമൻസ് ബില്ല് വന്നത്. അപ്പം അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സത്യത്തിൽ ചർച്ചകൾ എഫക്റ്റീവായിട്ട് നടക്കാതെയാണ് ഈ ബില്ല് പരാജയപ്പെട്ടത്. കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പം സ്വാഭാവികമായിട്ട് സെൻസസിന് ശേഷം ജനസംഖ്യ അടിസ്ഥാനത്തിൽ സീറ്റുകൾ പുനർനിർണയിക്കുന്ന സമയത്ത് കേരളം, തമിഴ്നാട് തുടങ്ങി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ തിരിച്ചടി ലഭിക്കും. ഈ 2011 കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 2011 സെൻസസ് പ്രകാരം 20 സീറ്റ് എന്നുള്ളത് 23 സീറ്റായിട്ട് മാറും. ഇപ്പം ഉത്തർപ്രദേശ്, ബീഹാർ ഒക്കെ ഉള്ളത് ഇപ്പൊ 80 സീറ്റ് എന്നുള്ളത്
എന്താ 140 സീറ്റാവും, ബീഹാറിലാണെങ്കിൽ 40 എന്നുള്ളത് 60 സീറ്റാവും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ 2011 ജനസംഖ്യ വെച്ചിട്ട് ഈ ഡിലിമിറ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു പോയിന്റ്. അത് വാലിഡായിട്ട് പ്രതിപക്ഷം ഉയർത്തി കാണിച്ചു. അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോഴാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി നേരിടാൻ പോകുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് അമിത്ഷാ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ചർച്ചയുടെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സീറ്റുകളുടെ 50% വർദ്ധിപ്പിക്കാമെന്നുള്ളത്. ദാറ്റ് മീൻസ് ഇപ്പോൾ കേരളത്തിന് 20 സീറ്റ് എന്നുള്ളത് 30 സീറ്റാവും, തമിഴ്നാട്ടിൽ 39 എന്നുള്ളത് 59 സീറ്റാവും, ഉത്തർപ്രദേശിൽ 80 എന്നുള്ളത് 120 ആവും. ഈവൻ ഉത്തർപ്രദേശിലെ ജനസംഖ്യ വളരെയധികം കൂടി നിന്നാൽ പോലും 120 മാത്രമേ ആവുന്നുള്ളൂ. ഉള്ള സീറ്റിന്റെ 50% മാത്രമേ കൂടുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മികച്ചൊരു ഓഫർ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടില് ഈ പറയുന്ന ഒരു ഡിസ്കഷൻ പോയിന്റിലേക്ക് വന്നില്ല, അത് പരാജയപ്പെട്ടു. സത്യത്തിൽ അതായിരുന്നുവെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക കൃത്യമായി പരിഹരിക്കപ്പെട്ടേനെ. സത്യത്തിൽ സീറ്റ് കൂടുതലും കിട്ടിയേനെ. പക്ഷെ ഇനി കേരളത്തിൽ 20 സീറ്റ് എന്നുള്ളത് 30 ആകുന്നതിന് പകരം പോപ്പുലേഷൻ കണക്ക് നോക്കുന്ന സമയത്ത് 23 അല്ലെങ്കിൽ 24 എന്ന് കുറയുന്ന അവസ്ഥ മാത്രമല്ല, അതിനേക്കാളും കുറയാനുള്ള അവസ്ഥയും കൂടെ ഉണ്ട്, സാധ്യതയും കൂടെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം 10 കോടി ജനങ്ങൾക്ക് 100 ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ അനുപാതം 10 ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള കണക്കാണ്. ആ സാഹചര്യത്തിൽ 20 കോടി ആയാലും 100 ജനപ്രതിനിധികളെ വെച്ച് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്ന 20 ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു കണക്കാവത്തേ ഉള്ളൂ. അപ്പോഴും ഡീലിമിറ്റേഷൻ നടന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡീലിമിറ്റേഷന് പാർലമെന്റിന്റെ അംഗബലം കൂട്ടേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ സീറ്റുകളുടെ എണ്ണം കൂട്ടാതെ ഡീലിമിറ്റേഷൻ നടത്തിയാൽ ഒരു വ്യക്തി ഒരു വോട്ട് എന്നുള്ള തത്വപ്രകാരം വോട്ടിന്റെ ഒരു മൂല്യം കറക്റ്റാക്കാൻ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്.